ഇന്ന് പ്ലാസ്മയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ പ്ലാസ്മ എന്ന് പറയുന്നത് രക്തത്തിന്റെ ദ്രാവക ഭാഗത്തെയാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. പ്ലാസ്മയുടെ കളർ മഞ്ഞയാണ്. രക്തകോശങ്ങളെല്ലാം കാണപ്പെടുന്നത് ഈ പ്ലാസ്മയ്ക്കകത്താണ്. അതുപോലെ തന്നെ രക്തത്തിനുള്ളിലെ ആന്റിബോഡീസ് കാണപ്പെടുന്നത് പ്ലാസ്മയ്ക്കകത്താണ്. രക്തത്തിൽ പ്ലാസ്മയുടെ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ 55% പ്ലാസ്മയാണ് ബ്ലഡിലുള്ളത്. ഇനി പ്ലാസ്മയിലുള്ള ജലത്തിന്റെ അളവ് ചോദിച്ചാൽ 90 മുതൽ 92% വരെ വരുന്നുണ്ട്. അതായത് ബ്ലഡിന്റെ 55% പ്ലാസ്മ. ഇനി പ്ലാസ്മയുടെ വെള്ളത്തിന്റെ അളവാണെങ്കിൽ 90 മുതൽ 92 വരെ വരുന്നുണ്ട്. അതുപോലെ പ്ലാസ്മയിലെ പ്രോട്ടീനിന്റെ അളവ് എന്ന് പറയുന്നത് 7 to 8 വരെ ശതമാനം വരുന്നുണ്ട്. പ്ലാസ്മയിലെ പ്രോട്ടീൻ്റെ അളവ് 7 മുതൽ 8% വരെ വരുന്നുണ്ട്. ബാക്കി ഘടകങ്ങളെല്ലാം കൂടെ ചേർത്ത് 1%, 2% ആ ഒരു രീതിയിലാണ് വരുന്നത്. ഇനി പ്ലാസ്മയിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ധാതുക്കൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സോഡിയം പ്ലസ്, കാൽസ്യം 2+, Mg2+, HCO3-, ക്ലോറിൻ മൈനസ് എന്നിവയാണ്. ഇനി അതിന് കൂടാതെ ഗ്ലൂക്കോസും അമിനോ ആസിഡ്സും കൊഴുപ്പുകളും പ്ലാസ്മയിൽ കാണപ്പെടുന്നുണ്ട്. ഇനി രക്തം കട്ടപിടിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഘടകങ്ങളും നിഷ്ക്രിയാവസ്ഥയിലാണ് പ്ലാസ്മയിൽ കാണപ്പെടുന്നത്. അങ്ങനെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളെ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ വിളിക്കുന്നതാണ് സീറം എന്ന് പറയുന്നത്. രക്തത്തിനെ പോലെ തന്നെ പ്ലാസ്മയുടെ pH മൂല്യവും 7.4 ആണ്. പ്ലാസ്മയിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ കാൽസിറ്റോണിൻ. പ്ലാസ്മയിൽ മെയിനായിട്ട് 3 പ്രോട്ടീൻസ് ആണുള്ളത്: ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഇതിൽ ആൽബുമിൻ എന്ന് പറയുന്നത് രക്തസമ്മർദ്ദം ക്രമീകരിക്കാനായിട്ടുള്ളതാണ് ആൽബുമിൻ. ഗ്ലോബുലിൻ എന്ന് പറയുന്നത് രോഗപ്രതിരോധത്തിന് സഹായകമായ ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്നതാണ് ഗ്ലോബുലിൻ. ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് രക്തം കട്ട പിടിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ്. അപ്പോൾ 3 പ്രോട്ടീൻസ് ആണ്: ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ആൽബുമിൻ എന്ന് പറയുന്നത് രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു. ഗ്ലോബുലിൻ എന്ന് പറഞ്ഞത് രോഗപ്രതിരോധത്തിന് സഹായകമായ ആന്റിബോഡീസ് നിർമ്മിക്കാനായിട്ട് സഹായിക്കുന്നു. ഫൈബ്രിനോജൻ ബ്ലഡ് കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്നു. അടുത്തൊരു പോർഷനായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.